പശ്ചിമ ബംഗാളിൽ എല്ലായിടത്തും പോളിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനങ്ങളെല്ലാവരും തന്നെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ പശ്ചിമ ബംഗാളിൽ കടന്നു പോകുന്നത്. പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്, പക്ഷേ തുല്യ നിലയിൽ പ്രതിപക്ഷ വിരുദ്ധ വികാരമുണ്ട്. ഓക്കെ, അതാണൊരു പ്രശ്നം. ഈ പ്രതിപക്ഷ വിരുദ്ധ വികാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബി ജെ പിക്ക് എതിരായിട്ട് SIR നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം. കേരളത്തിലൊക്കെ SIR നടപ്പാക്കിയെങ്കിലും അതിനേക്കാളൊക്കെ വളരെ ക്ലേശകരമായ, ക്ഷമ കിട്ടാത്ത, അല്ലെങ്കിൽ മടുപ്പ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിഷ്കരണമാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഈ സർക്കാരിനെ കുറിച്ച്, പശ്ചിമ ബംഗാൾ സർക്കാരിനെ കുറിച്ചല്ല, കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു വിപരീത വികാരം ഉണ്ടായിട്ട്. അപ്പോൾ എല്ലാം കൂടി കൂടിച്ചേർന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുകയില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ആണ് കൂടുതൽ ശക്തമായ നിലയിൽ കാണുന്നത്, അതിൽ സംശയമില്ല. പിന്നെ ന്യൂനപക്ഷ സമുദായക്കാരുടെ വോട്ട് അതും പ്രധാനമാണ്. ബംഗാളിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത് ബീഹാറിനോട് ചേർന്ന പകുതിയിലാണ്. അതെ, അതായത് പശ്ചിമ ബംഗാളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്നു മുസ്ലിം വോട്ടർമാർ കൂടുതലുമായ ചില പ്രദേശങ്ങളാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുള്ളൂ, അത് ബുധനാഴ്ച നടക്കും. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ടേൺ ഔട്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്ങനെ ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ മൊത്തത്തിൽ സ്വാധീനിക്കും എന്നും ഈ ഘട്ടത്തിൽ പറയാൻ നിർത്തിയില്ല. ഒറ്റനോട്ടത്തിൽ മമതാ ബാനർജി തുടരാനുള്ള സാധ്യത കാണുന്നത് ഞാൻ അവരുടെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോഴും. പിന്നെ ഇവർ വളരെ ശക്തിയായ ഒരു നേതാവാണ്, വ്യക്തിപരമായിട്ടൊരു അഴിമതിക്കാരിയല്ല എന്നുമുണ്ട്. അവരുടെ പാർട്ടിയിലെ നേതാക്കന്മാരും മിക്കവരും അഴിമതിക്കാരാണ്, മന്ത്രിമാരും മുക്കാലം കൊണ്ടാണെങ്കിലും അഴിമതിക്കാരാണ്, കൈക്കൂലിക്കാരാണ്. പക്ഷേ മമതാ ബാനർജി വ്യക്തിപരമായിട്ട് ഒരു ആസ് എ പേഴ്സൺ ഒട്ടും അഴിമതിക്കാരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് അവർക്കുണ്ട്, ലാർജർ ദാൻ ദ ലൈഫ് ഇമേജ് എന്ന് പറയില്ല. യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വലിയ ഒരു പ്രതിച്ഛായ അവർക്കുണ്ട്. ആ പ്രതിച്ഛായ എങ്ങനെ മറികടക്കാം, ആ പ്രതിച്ഛായ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് ഇവരുടെ പ്രസക്തി നിൽക്കുന്നത്. അപ്പോൾ SIR കൂടുതലും ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു വിപരീത വികാരം ഉണ്ട് സർക്കാരിനെ കുറിച്ച്. അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.